ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് നമ്മളെ ഹിമാലയ ബൈക്കിൽ നമ്മൾ ട്രാവൽ ചെയ്താണ് നമ്മളെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ നമ്മളെ പ്രബിനുണ്ട്. പ്രബിൻ്റെയും എൻ്റെയും ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ വൺ ഡേ ചെറിയ ട്രിപ്പ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകുന്നത് കൊല്ലം. നമ്മൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെ കൂടെ സ്റ്റേ ചെയ്യുന്ന നമ്മളെ റൂംമേറ്റിൻ്റെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മളെ കൊല്ലം ഫ്രണ്ട് ആസിഫിൻ്റെ വീട്ടിൽ നമ്മളെത്തി. പിന്നെ കുറച്ച് നേരം നമ്മൾ ആസിഫിൻ്റെ പപ്പയുടെ അടുത്തും അമ്മയുടെ അടുത്തും സംസാരിച്ചിട്ട് നമ്മൾ ചുമ്മാ വെളിയിൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ സുമതി വളവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ നൈറ്റ് ആൾക്കാർ പോകാൻ വേണ്ടി പേടിക്കും. പണ്ടത്തെ എന്തൊരു കഥയാണ്. അവിടെ ഒരു പെണ്ണിനെ തൂക്കി കൊന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കഥയാണ്. ആ സ്ഥലത്തിൽ നൈറ്റ് പോയാൽ പിന്നെ തിരിച്ചു വരില്ല, പിന്നെ വണ്ടി അവിടെ വെച്ച് ഓഫാവും. ആ സ്ഥലത്തിന് ഇങ്ങനെപ്പെട്ട കുറേ കഥകളൊക്കെ ഉണ്ടായിരുന്നു. നൈറ്റ് ആ വഴി ആരും പോകില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പോകാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ്. എനിക്ക് ഇതൊക്കെയാണ് ഇൻട്രസ്റ്റ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് വേണ്ടാളി അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് പിന്നെ ആ വഴി അങ്ങനെ വിട്ട് പിന്നെ നേരെ നമ്മൾ ആസിഫിൻ്റെ തമ്പിയെ വിളിക്കാൻ വേണ്ടി അവൻ്റെ ഷോപ്പിൽ നമ്മൾ പോയി. ഹായ് ബ്രോ, പേരെന്താ? ആമിൽ. ഓക്കെ. നൈറ്റ് പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇതാണ് നമ്മളെ കൊല്ലം ഫ്രണ്ട് ആസിഫ്, പിന്നെ ആസിഫിൻ്റെ വൈഫ് നാജി. ആസിഫ് നമ്മളെ റൂംമേറ്റ് ആയിരുന്നു. പിന്നെ നാജിയും ഒരു 6 മാസം നമ്മളെ ചെന്നൈയിലുണ്ടായിരുന്നു. അങ്ങനെ നാജിയും നമ്മൾ നല്ല ക്ലോസ് ഫ്രണ്ട്സായി. നാജി നല്ല അടിപൊളിയായി നല്ല കുക്കിംഗ് ഒക്കെ ചെയ്യും. ആസിഫിന്റെ തമ്പിയെ നമ്മൾ ഇവിടെ വെച്ചാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. ആസിഫ് പോലെ തന്നെ ആള് പാവമാണ്. നിനക്ക് എങ്ങനെ പെട്ട പെണ്ണാളിയെ പറ? എനിക്ക് പെണ്ണായിരുന്നു. ഓക്കെ ഓക്കെ. രണ്ടാമത് നല്ല തറയായിരിക്കണം. ഇവനെ പോലെ നല്ല തറയായിരിക്കണം. അടുത്ത് അങ്ങനെ പെണ്ണ് നോക്കി പയ്യന് പെണ്ണ് കിട്ടി. നമ്മൾ കഴിക്കാൻ വേണ്ടി ഫുൾ മന്തിയാണ് ഓർഡർ ചെയ്തിരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മന്തി എത്തി. പിന്നെ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ നേരെ ആസിഫിന്റെ പഴയ കുടുംബ വീട്ടിൽ പോയി. കുടുംബ വീട് വന്നിട്ട് ഒരു ചെറിയൊരു ഫോറസ്റ്റിന്റെ അകത്തിരിക്കണമെന്ന് പറയാം. വേറെ അടുത്തടുത്ത് വേറെ വീട് അങ്ങനെ ഒന്നുമില്ല. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ വെളിയിൽ അങ്ങോട്ട് ഇറങ്ങിയില്ല. കാറിൻ്റെ അകത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിൽ തന്നെ പോയി. നൈറ്റ് നല്ലൊരു ഉറക്കത്തിന് ശേഷം ക്യാമറയും തൂക്കിക്കൊണ്ട് ഇറങ്ങി. രാവിലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം, മുട്ടക്കറി, കടലക്കറി, ചായ, പഴം. അങ്ങനെ മോർണിംഗ് നമ്മളെല്ലാവരും ചേർന്നിരുന്ന് കഴിച്ചിട്ട് രാവിലെ തന്നെ നമ്മൾ വെളിയിൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങി. പിന്നെ നാജി വന്നിട്ട് B.Ed പഠിക്കണം. സോ അവൾക്ക് രാവിലെ തൊട്ട് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. നാജിയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ വന്നിട്ട് ആസിഫിന്റെ പഴയ കുടുംബ വീട്ടിലാണ് പോകുന്നത്. നമ്മൾ അങ്ങനെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ നടന്നു പോകുകയാണ്. ആസിഫിന്റെ കുടുംബ വീട് വന്നിട്ട് ഒരു ഫോറസ്റ്റിന്റെ അകത്തിരിക്കണമെന്ന് പറയാം. ശരിക്കും ഞാൻ നിൽക്കുന്ന സ്ഥലത്തിലാണ് അവരെ കുടുംബ വീട് ഇരുന്നത്. ഇവിടെ ആരും സ്റ്റേ ചെയ്യൂല. ആസിഫിന്റെ അങ്കിള് ചുമ്മാ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകും. ഇവിടെയാണെങ്കിൽ നിറയെ കുരങ്ങൊക്കെ വരും. സോ അതിനെ വിരട്ടാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ്. സോ നമുക്ക് ഉന്നം കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷേ നമ്മളൊക്കെ ഉന്നം വെച്ചാൽ ചക്കയ്ക്ക് വെച്ചാൽ മങ്ങയ്ക്ക് കൊള്ളും. ആ ഉന്നമാണ് നമ്മളെ ഉന്നം. അവിടെ നിന്ന് നമ്മൾ കീഴോട്ട് നടക്കാൻ തുടങ്ങി. കീഴോട്ട് നല്ല അടിപൊളി നല്ല കിടിലം സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, ചെറിയൊരു കോവിലുണ്ടായിരുന്നു, നല്ലൊരു വൈബ് പ്ലേസ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ കൂട്ടുകാരാണ്. എന്തിനും ഏതിനും ഒറ്റ മനസ്സോടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ചങ്ങാതിമാർ. നല്ല സൗഹൃദം ആരോഗ്യം പോലെയാണ്. നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വിലയറിയും. എനിക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴും എന്നിൽ വിശ്വസിക്കുന്നവനാണ് എൻ്റെ കൂട്ടുകാരൻ. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന വിജയമന്ത്രങ്ങളിൽ ഒന്ന് തന്നെ നമ്മുടെ കൂട്ടുകാരാണ്. നമ്മൾ അവിടെ നിന്ന് നേരെ വേറൊരു നല്ലൊരു അടിപൊളി സ്പോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മളെ ഫാം ഓയിൽ എണ്ണ ഉണ്ടല്ല, ആ എണ്ണ വന്നിട്ട് ഒരു കായ് നിന്നാണ് ഫാം ഓയിൽ എണ്ണ എടുക്കുന്നത്. ആ കായ് ഇവിടെയാണ് കൃഷി ചെയ്യുന്നത്. ഇതാ നിൽക്കുന്ന മരത്തിലുള്ള കായ് എടുത്തിട്ടാണ് അതിൽ നിന്ന് ഫാം ഓയിൽ എണ്ണ എടുക്കുന്നത്. ഈ മരത്തിന്റെ പേര് വന്നിട്ട് എണ്ണപ്പന എന്ന് പറയും. അങ്ങനെ നമ്മൾ ഗന്യാർഗായം വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വന്ന്, പക്ഷേ ഗേറ്റ് ക്ലോസ് ആയിരുന്നു. ഇപ്പൊ അലോടല്ല, ഈവനിങ് ടൈം ഓപ്പൺ ആവും എന്നൊക്കെ പറഞ്ഞ്. സോ നമ്മൾ അവിടെ നിന്ന് പോസ്റ്റ് അടിക്കാതെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്ന് ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് നമ്മളിപ്പം പോകുന്നത് വന്നിട്ട് സാമ്പ്രാണിക്കൊടിയാണ്. ആസിഫിന്റെ വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു 2 മണിക്കൂറൊക്കെ ട്രാവലാണ് സാമ്പ്രാണിക്കൊടി പോകാൻ വേണ്ടി. എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ?
നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നല്ല ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ 5 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ആവും, ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ആവും. പക്ഷേ നമ്മൾ കറക്റ്റ് 5 മണിക്ക് എത്തി. പിന്നെ ടിക്കറ്റ് കിട്ടില്ലെന്ന് വിചാരിച്ചു, പക്ഷേ ടിക്കറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് വന്നിട്ട് 150 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ബോട്ടിങ്ങിൽ സ്പോട്ടിൽ പോയി. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു ആറാണ്. ആറിൽ വന്നിട്ട് നമ്മളെ മുട്ടിന്റെ അളവ് തന്നെ വെള്ളമുണ്ട്. രാവിലെ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവും. ഒരാൾക്ക് വന്നിട്ട് 150 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. പിന്നെ അവിടെ ഒരു ബോട്ടിങ്ങിൽ ഒരു സ്പോട്ടിൽ അവിടെ കൊണ്ടുപോകും. അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ ആ മെയിൻ സ്പോട്ടിൽ നിന്നും ബോട്ടിംഗ് ഉണ്ട്. അതായത് അവിടെ നിന്ന് വന്നിട്ട് ഒരു 4-5 കിലോമീറ്റർ അകത്ത് നമ്മളെ കൊണ്ടുപോയി ചുറ്റിയൊക്കെ കാണിക്കും. അതിന് തനിയായിട്ട് പൈസ പേ ചെയ്യണം. നല്ല കിടിലം പ്ലേസ് ആണ്. ഫാമിലി ആയിട്ട് വന്നാൽ വൈബ് ചെയ്യാൻ പറ്റും. അടുത്ത് ഫാമിലി ആയിട്ട് വരാൻ പ്ലാൻ അല്ലേ? നേരത്തെ വരണം, രാവിലെയൊക്കെ വരണം. വൈകുന്നേരം നമ്മൾ വന്നത് ഒരു വല്ലാത്ത സമയത്തായി പോയി. ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോകണമെങ്കിൽ നേരത്തെ വരണം. രാവിലെ എല്ലാവരും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ എത്തണം. എങ്കിൽ തന്നെ ഫുള്ള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. വെള്ളത്തിൽ എലി എവിടെ പോയി? ഇതൊക്കെ റെക്കോർഡുണ്ട്. എലി റെക്കോർഡുണ്ട്. വെള്ളത്തിൽ എലിയെ കണ്ട ആദ്യത്തെ ആള്. റബ്ബർ ബോട്ടോ ഇവന്റെ ചവിട്ടുമ്പോൾ കുഴിയാവണില്ലടാ. ഇട്ട് എന്റെ പാതി കാലം കാണാനില്ല. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ 1 ഡേ ട്രിപ്പ്, 1 ഡേ ബ്ലോഗ് വന്നിട്ട് നല്ല രീതിയിൽ അവസാനിച്ചു. ആസിഫിന്റെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ആസിഫ്, നാജി, ആസിഫിന്റെ തമ്പി, ആസിഫിന്റെ പപ്പയും അമ്മയൊക്കെ വന്നിട്ട് നല്ലൊരു സ്നേഹമായിരുന്നു. പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടിരുന്ന് പിന്നെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി ബ്ലോഗിൽ കാണാം. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.